ഉണ്ണിയേശുവിനെ വരവേൽക്കാൻ മണ്ണും വിണ്ണും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ശാന്തിയുടെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൂതുമായി വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടി. ആഗമന കാലത്തിന്റെ സദ്വാർത്തയും സത്കർമ്മങ്ങളും ചേർന്ന് ദൈവം മനുഷ്യനെ അവതരിച്ചു എന്ന നിത്യമായ സത്യത്തെ, നിത്യവിസ്മയത്തെ സ്വീകരിക്കുവാൻ ആത്മാവിന്റെ അകതാരിനെ നാം എത്രമാത്രം ഒരുക്കിയിട്ടുണ്ട്. ആധുനികതയുടെ അതിപ്രസരത്തിൽ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ അടക്കി വാഴുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. വ്യഗ്രതകളുടെ മാസ്മര വലയത്തിൽപ്പെട്ട് തിരക്കിൽ നിന്നും തിരക്കിലേക്ക് നമ്മുടെ യുവതലമുറ, നമ്മുടെ ലോകം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ശാന്തിയുടെയും സ്നേഹത്തിന്റെയും ദൂതമായി വന്ന ക്രിസ്മസ് സന്ദേശങ്ങൾ നമുക്ക് അവർക്ക് പകർന്നു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മഞ്ഞുതിരുന്ന നനുത്ത പ്രഭാതത്തിലെ പള്ളിയിലേക്കുള്ള യാത്രകൾ, 25 നോയമ്പ്, സൽപ്രവൃത്തികൾ, സുഹൃതജപം, കൂട്ടായ്മയിൽ പിറവിയെടുക്കുന്ന നക്ഷത്ര വിളക്കുകൾ, ജാതിയുടെയോ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ ഭേദമില്ലാതെ ഒരുമിച്ചുള്ള കരോൾ ഗാനങ്ങൾ, കരോൾ ദിനങ്ങൾ, പുത്തനെടുപ്പിന്റെ സുഗന്ധത്തോടു കൂടിയുള്ള പാതിരാ കുർബാന, എല്ലാറ്റിനും ഒടുവിൽ ഉണ്ണിയേശു പിറന്നിരിക്കുന്നുവെന്ന് നക്ഷത്രവിളക്കിന് കീഴെ വൈദികൻ ആഹ്വാനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദത്തിന് പകരം വയ്ക്കാൻ മറ്റെന്താണ് ഉണ്ടായിരുന്നത്? മദ്യവും മയക്കും മരുന്നും അരങ്ങുവാഴുന്ന ഇന്നത്തെ യുവതലമുറയ്ക്കിടയിൽ ഇത്തരം ആനന്ദത്തിന്റെ ലഹരി, ക്രിസ്തുവാകുന്ന ലഹരി പകർന്നു കൊടുക്കാൻ നമുക്കാവണം. യാന്ത്രികതയുടെ സമ്മർദ്ദങ്ങൾക്കിടയിൽപ്പെട്ട് ഞെരുങ്ങുന്ന ബാല്യകൗമാരങ്ങൾക്കിടയിലേക്ക് ഉണ്ണീശോയെ ഏറ്റവും നല്ല സുഹൃത്തായി അവതരിപ്പിക്കുവാൻ നമുക്കാവണം. ഇതാ കർത്താവിന്റെ ദാസി എന്ന മറിയത്തിന്റെ വാക്കുകൾ, ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വിശ്വാസ പ്രഘോഷണം, വിധേയത്വ ഭാവത്തിന്റെ നേർക്കാഴ്ച, ദൈവഹിതത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികളെ നിസ്സാരമായി കാണുവാൻ മറിയത്തിന്റെ മാതൃക നമ്മെ പഠിപ്പിക്കുന്നു. മറിയത്തെ അപകീർത്തിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത യൗസേപ്പ് പിതാവിന്റെ നീതിബോധം അപകീർത്തികളെയും തെറ്റിദ്ധാരണകളെയും സധൈര്യം നേരിടുവാൻ നമുക്ക് പ്രചോദനമാവട്ടെ. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന എലിസബത്തിന്റെ വാക്കുകൾ ജീവിതാവസാനം വരെ പ്രത്യാശയുടെ കിരണങ്ങളായി നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. എൻ്റെ നാഥൻ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന ഉറച്ച വിശ്വാസമാവണം ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം. ഉണ്ണീശോയ്ക്കായുള്ള അദമ്യമായ ആഗ്രഹത്തോട് നമ്മുടെ നശ്വര ജീവിതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് അനശ്വരമായ സ്വർഗത്തെ പ്രാപിക്കുവാനുള്ള യാത്രയിൽ നേരിടേണ്ടി വരുന്ന ജീവിത ക്ലേശങ്ങളെ നിസ്സാരമായി നമുക്ക് കണക്കാക്കാം. ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു.